എപ്പോഴും നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ബീഫും ചിക്കനൊക്കെയാണ് ചേർക്കുന്നത്. ഇന്ന് ഞാൻ കേരമീൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണം. അപ്പോൾ കേരമീൻ കിട്ടിയപ്പോൾ വിചാരിച്ചെന്നാൽ കട്ട്ലേറ്റ് റെഡിയാക്കാം. ചെറിയ സൈസിലെ 4 ഉരുളക്കിഴങ്ങാണ് കേട്ടോ അപ്പോൾ ഞാനെടുത്ത് പുഴുങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ പുഴുങ്ങേൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി നമുക്ക് ചതച്ച് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള 4 സവാള, മീഡിയം സൈസിലെ 4 സവാള നേരിയതായിട്ട് അരിഞ്ഞ് അതും എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കുറച്ച് മാറ്റി വെക്കാം. അതുപോലെ മീൻ പൊരിച്ചത് കുറച്ച് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ, അതും ഇതുപോലെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും ഉപ്പും ചേർത്തിട്ട് നന്നപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ പച്ചമസാലയൊക്കെ ചായച്ചിട്ട് അതിലേക്ക് ഇടാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ പച്ചമസാലേൻ്റെ ആ ചോയൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ നമുക്കിത് ഇളക്കി മുട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 സ്പൂൺ കറി മസാലപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക ആദ്യം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മീൻ ഞാനൊരു 2 കപ്പോളം ഉണ്ടാവും കേട്ടോ, ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ആറാനായിട്ട് വെക്കാം. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലപോലെ ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങും അതുപോലെ ഈ മീൻ കൂട്ടൊക്കെ നല്ലപോലെ മിക്സായി വരണം. ഇത് നല്ലപോലെ കൂട്ടിക്കുഴച്ചതിന് ശേഷം ഇതുപോലെ ഉരുളകളാക്കി നമ്മൾ കട്ട്ലേറ്റിന് ഉരുട്ടിയെടുക്കുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക കൈവെള്ളയിൽ വെച്ചിട്ട്. എന്നിട്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഓരോ കട്ട്ലേറ്റും ഇതിൽ മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കട്ട്ലേറ്റും ഈ മുട്ടക്കൂട്ടിൽ മുക്കി നമ്മളുടെ പാനിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ മുരിഞ്ഞ് വന്നാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും നല്ലപോലെ മുരിയിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കട്ട്ലേറ്റ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റാണ്. നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പവുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.